നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 101. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 101. പ്രഥമസ്കന്ധത്തിൽ 9-ാം അധ്യായം ശ്ലോകം 37 എന്ന് പറയേണ്ടത്. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാം മൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോ അഭ്യയാചൽ ചലൽ ഗുർ ഹരിരിവ ഹന്തും ഇഭം ഹന്തുമിഭം ഗതോത്തരീയാം. സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞാം മൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോ അഭ്യയാചലൽ ഗുർ ഹരിരിവ ഹന്തും ഹന്തുമിഭം ഗതോത്തരീയ. ഈ 4 വരിയിൽ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഭീഷ്മരും കൃഷ്ണനും കൂടിയിട്ട്. ഭഗവാൻ കൃഷ്ണനെ നോക്കി ഭീഷ്മർ പറയാണ്, സ്വപ്രതിജ്ഞയെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അസ്ത്രമെടുക്കില്ല. ഞാനൊരു ഭാഗത്ത് അസ്ത്രം എടുക്കാണ്ട് വേറൊരു ഭാഗത്ത് എൻ്റെ സേനകൾ മുഴുവൻ ആർക്ക് എന്ത് വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കൗരവപ്രധാനിയായിരിക്കുന്ന ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് സൈന്യം മതി എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷം കൊണ്ട് അർജുനൻ ഭഗവാനെ നമസ്കരിച്ച് അങ്ങ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായാൽ മതി പറഞ്ഞു. അസ്ത്രം എടുക്കില്ലേ? വേണ്ട. ആ പ്രതിജ്ഞയെ ഭീഷ്മ പിതാമഹൻ തൻ്റെ യുദ്ധകൗശലം കൊണ്ട് ആ പ്രതിജ്ഞ ഭഞ്ജിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ താണു കൊടുത്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഭഗവാനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. ഭഗവാൻ എപ്പോഴും തൻ്റെ ഭക്തന്മാരുടെ യശസ് വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ്. അപ്പം നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, ഭഗവാന് തോന്നണം. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ ചിലവർ പല പുസ്തകങ്ങളിലും പലതും എഴുതുന്നുണ്ട് ജീവിത രീതി, അതൊന്നും പോരാ. ഭഗവാന് തോന്നണം ഇന്ന ആൾ എൻ്റെ ഭക്തനാണെന്നുള്ളത്. അതാണ് പറഞ്ഞത്, സ്വപ്രതിജ്ഞയെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ ശപഥത്തെ സത്യമാകും വേണം. അതായത് ഭീഷ്മ പിതാമഹൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കി സമാകും വണ്ണം അധികമാക്കി തീർക്കാനായിക്കൊണ്ട് തേരിലിരിക്കുന്നവനും അതിൽ നിന്ന് ചാടിയവനും ചക്രത്തെ ധരിച്ചവനും, അതായത് ഒരു രഥത്തിൻ്റെ ചക്രം എടുത്ത് ഭീഷ്മരുടെ നേരെ എറിയാൻ പോയി ഭഗവാൻ. തൻ്റെ പ്രതിജ്ഞയേക്കാൾ തൻ്റെ ഭക്തൻ്റെ പ്രതിജ്ഞയാണ് എനിക്കിഷ്ടം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇളകുന്ന ഭൂപ്രദേശത്തോടു കൂടിയവനും, അതോടുകൂടി എന്തായി? ഭൂമി കുലുങ്ങി. അതാണ് ഭൂപ്രദേശത്തോടു കൂടിയവനും ദേഹത്തിൽ നിന്ന് വീണുപോയ ഉത്തരീയത്തോടു കൂടിയവനുമായിട്ട്. ഭഗവാന്റെ ഉത്തരീയം താഴ്ത്തു വീണു. എന്നിട്ട് ആനയെ ഹനിപ്പാനായിക്കൊണ്ട് സിംഹമെന്ന പോലെ ഒരു ഉപമയാണത്. ആനയെ ഹനിപ്പാനായിക്കൊണ്ട് സിംഹമെന്ന പോലെ എതിരിട്ട് വന്നു. ഇതാണ് അതിൻ്റെ വാക്കാർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം പറയാം. എനിക്കാകട്ടെ മഹത്തായ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൃതജ്ഞയെ പ്രകാശിപ്പിച്ചുകൊണ്ട് കൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനെ തോൽപ്പിച്ചു എന്നല്ല ഭീഷ്മർ പറഞ്ഞത്, എനിക്കാകട്ടെ മഹത്തായ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. എങ്ങനെ? എൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കി തീർത്തു അങ്ങ്.
ഭക്തൻ്റെ പ്രതീക്ഷകൾ ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ സ്തുതിച്ചു. അസ്ത്രം ധരിക്കാതെ സഹായം മാത്രം ചെയ്യാം എന്ന് ഭഗവാൻ പാണ്ഡവരോട് പ്രതിജ്ഞ ചെയ്തപ്പോൾ അസ്ത്രം എടുപ്പിക്കും എന്ന് ഞാനും ശപഥം ചെയ്തു. എൻ്റെ ശപഥത്തെ സത്യമാക്കണം എന്ന കരുണയെ. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? ഭീഷ്മരുടെ നേരെ കരുണ കാണിക്കുക ചെയ്തത്. യുദ്ധം ധർമ്മത്തിൻ്റെ വഴിക്ക് പോകുള്ളൂ എന്നുള്ളത് ഭഗവാൻ അറിയാം, അത് ഭീഷ്മർക്കും അറിയാം. പക്ഷേ ഇവിടെ രണ്ടു കൂട്ടരും ഗംഭീര നാടക അഭിനയക്കാരാണ്, അതാണ് സത്യം. അപ്പോൾ എൻ്റെ ശപഥത്തെ സത്യമാക്കണം എന്ന കരുണയെ എന്നിൽ വെച്ച് അസ്ത്രമെടുക്കയില്ലെന്നുള്ള സ്വപ്രതിജ്ഞയെ മിഥ്യയാക്കി തന്നേക്കാൾ തൻ്റെ ഭക്തന് ലോകത്തിൽ മഹാത്മ്യം സിദ്ധിക്കണമെന്ന പരമവാത്സല്യത്തെ. ഇപ്പോൾ ഭഗവാന്റെ വാത്സല്യത്തിന് പാത്രീഭൂതരാകുക എന്ന് പറഞ്ഞാൽ എന്താ കളിക്കണ കാര്യമാണോ? ഇതൊന്നും വായിക്കാതെ കണ്ട് നമ്മൾ ഈ ജ്ഞാനപീഠം കിട്ടിയവരുടെ പിന്നാലെ പോരുത്. ജ്ഞാനപീഠം നമ്മളുണ്ടാക്കിയതാണ്. നേരെ മറിച്ച് ഭാഗവതം എന്നുള്ള ജ്ഞാനം, ഭാഗവതത്തിൻ്റെ ജ്ഞാനം ഭഗവാൻ വ്യാസർ എഴുതിയിട്ടുള്ളതാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മാഹാത്മ്യം തൻ്റെ ഭക്തന് ലോകത്തിൽ മാഹാത്മ്യം സിദ്ധിക്കണമെന്നുള്ള പാരമവാത്സല്യത്തെ പ്രത്യക്ഷമാക്കി. അർജുനനും ഞാനുമായി യുദ്ധം നടക്കുന്ന അവസരത്തിൽ അർജുനനെ രക്ഷിപ്പാനും എന്നെ സംഹരിപ്പാനുമെന്ന ഭാവത്തിൽ അതികോപത്തെ പ്രകാശിപ്പിച്ച തേരിൽ നിന്ന് താഴത്തു ചാടി ചക്രായുധത്തെ കയ്യിൽ ധരിച്ച് സംരംഭത്തോടെ പാഞ്ഞു വരുമ്പോൾ കുക്ഷിയിൽ കിടക്കുന്ന വയറ്റിൽ ചുറ്റിയിട്ടുള്ള ബ്രഹ്മാണ്ടം ചലിക്കയാൽ. ഭഗവാൻ ഓടുമ്പോൾ ഭഗവാന്റെ കുക്ഷിയിൽ ബ്രഹ്മാണ്ടങ്ങളാണ്, അത് ചലിച്ചു. അതുകൊണ്ട് ഭൂമി ഇളകിന. എന്തെങ്കിലും വായിച്ചാൽ പോരാ, ഹൃദയത്തെ മതിക്കുന്ന ഹൃദയത്തിലെ പാപഭംഗിലമായ അവസ്ഥകളെ ദൂരീകരിച്ച് ഭഗവത് ആനന്ദം നിറയ്ക്കാൻ സാധിക്കണം. അപ്പോൾ ബ്രഹ്മാണ്ടം ചലിക്കിയാൽ ആ ഭാരത്തെ വഹിക്കുവാൻ കഴിയാതെ അടിവയ്ക്കുന്ന എല്ലാ ഭൂപ്രദേശത്തെ ഇളക്കിക്കൊണ്ടും ശരീരത്തിൽ നിന്ന് വീണുപോയ ഉത്തിരിയത്തോടും കൂടി മത്തഗജത്തിൻ്റെ നേരെ ചെല്ലുന്ന സിംഹമെന്ന പോലെ എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. ഗുണാതീതനായ ഭഗവാന് നമ്മളൊക്കെ ഗുണ അധീനന്മാരാണ്, ഭഗവാൻ ഗുണ അതീതനാണ്. ഈ ഒരു വ്യത്യാസം ചെറുതല്ല. അപ്പോൾ ഗുണാതീതനായ ഭഗവാന് പ്രതിജ്ഞാഹാനിയും പ്രതിജ്ഞാപരിപാലനവും സമം തന്നെ. അതായത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കർത്തൃത്വം ഭോതൃത്വം ഇല്ല, സാക്ഷിയാണ്. അപ്പം അദ്ദേഹത്തിന് പ്രതിജ്ഞാഹാനി അദ്ദേഹത്തിനെ ബാധിക്കില്ല, പ്രതിജ്ഞാപരിപാലനം ഒക്കെ ഒരേപോലെയാണ് അദ്ദേഹത്തിന്. ഭക്തൻ്റെ പ്രതിജ്ഞയ്ക്ക് ഹാനി വന്നുകൂടാ എന്നുള്ള വാത്സല്യാതിശയത്തെയാണ് ആയുധം ധരിച്ച ഭഗവാൻ പ്രകാശിപ്പിച്ചതെന്ന് അറിഞ്ഞുകൊള്ളണം. ഇനി 38-ാമത്തെ ശ്ലോകം. ശിതവിശിഖഹതോ വിശീർണദംശ ക്ഷതജപരിപ്ലുത ആദതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. എനിക്ക് മുകുന്ദനാണ് ഗതിയുള്ളൂ. ബാക്കി ശിതവിശിഖഹതോ വിശീർണദംശ ക്ഷതജപരിപ്ലുത ആദതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദാം. അതിനർത്ഥം പറയണത്, മൂർച്ചയുള്ള ബാണങ്ങളാൽ ഹനിക്കപ്പെട്ടും പിളർക്കപ്പെട്ട കവചത്തോടുകൂടിയും രക്തത്താൽ വ്യാപിക്കപ്പെട്ടും കൊണ്ട് ആയുധം ധരിച്ചിരിക്കുന്ന എൻ്റെ വധത്തിനായിക്കൊണ്ട് ബലാത്കാരേണ എതിരിട്ട് വന്നു. മഹിമയുള്ള ആ കൃഷ്ണൻ എനിക്ക് ആശ്രമമായിട്ട് ഭവിക്കട്ടെ. എന്നെ വധിക്കാനായി ആയുധമെടുത്ത് എൻ്റെ നേരെ ഓടി വന്ന ആ മുകുന്ദൻ എനിക്ക് ആശ്രയമാവണം. ആലോചിച്ച് നോക്കൂ ആ സ്തുതിയുടെ ഒരു ഭാവം. അതിൻ്റെ ഭാവാർത്ഥം പറയാം.
എൻ്റെ നേർക്ക് പാഞ്ഞു വന്നപ്പോൾ പുഞ്ചിരി ചെയ്തും കൊല്ലാൻ ഒരാൾ പുഞ്ചിരി ചെയ്തും ആയുധം ധരിച്ചും ഇരിക്കുന്ന എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങളാൽ താടിക്കപ്പെട്ടവനും അതുനിമിത്തം മുറിഞ്ഞ കവചത്തോടു കൂടിയവനും അതിനാൽ ബാണമേറ്റ് ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്തോടുകൂടെ ബലാത്കാരേണ എന്നെ സംഹരിക്കാൻ ഒരുങ്ങിയവനും ആണെന്ന വിധത്തിൽ അല്ല. കാരണം എന്താ? ഭീഷ്മർ സ്വച്ഛന്ത മൃത്യു വരം വാങ്ങിയിട്ടുള്ള ആളാണ്. അതങ്ങനെ തന്നെ നടക്കുള്ളൂ. നോക്കൂ, ഭഗവാന്റെ അടുത്ത് പലപ്പോഴും ദേവന്മാരെ ബ്രഹ്മരുദ്രന്മാരോടുകൂടി പിന്നെ ഇന്ദ്രനോടൊപ്പം പോയി സങ്കടം പറയുന്ന സമയത്ത് ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞയക്കുക ചെയ്യുക. എന്താ കാരണം? ഓരോ ആസുരീയ രാക്ഷസീയ പ്രവൃത്തികളും ചെയ്തിട്ടുള്ള തപസ്സിൻ്റെ ഗുണാംശം അവരനുഭവിച്ചതിൻ്റെ ശേഷമേ വിഷ്ണുവിന് കൂടി ഒരാളെ വധിക്കാൻ പറ്റൂ എന്ന സനാതനധർമ്മത്തിൻ്റെ നാരായ വേരിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈശ്വരൻ കൊടുത്ത വരങ്ങളുടെ പ്രഭാവം കെട്ടടങ്ങുന്നത് വരെ ഈശ്വരന് വെയിറ്റ് ആൻഡ് സി ആണ്. പ്രശ്നം. അപ്പം നമ്മൾ ചോദിക്കും, ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച് ഒന്നിലും ജയിക്കാത്തവൻ ജീവിതത്തിൽ ജയിച്ചു കണ്ടു. എന്താണ് കാരണം? കാരണം തന്നെ ജന്മാന്തര സുഹൃതം ബാക്കിയുണ്ട് അയാൾക്ക്. അതിൻ്റെ പ്രലോഭനം കഴിയണ വരെ നമ്മൾക്ക് മുണ്ടാണ്ടിരിക്കാൻ നിർത്തിയുള്ളൂ. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യരുത്. നമ്മളോട് കാണിക്കുന്ന ആളോട് നമ്മൾ റിയാക്ട് ചെയ്യരുത്. നമ്മൾ റിയാക്ട് ചെയ്താൽ നമ്മളും അവരും ഒരേപോലെയാവും. അത് വെയിറ്റ് ആൻഡ് സി. അതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗവതം എന്നല്ല, എല്ലാ പുരാണങ്ങളും. അപ്പോൾ പറഞ്ഞു, പിന്നെ ആ മഹിമയേറിയ ആ ശ്രീകൃഷ്ണൻ എനിക്ക് ആശ്രയമായി ഭവിക്കണമേ. അതൊന്നുകൂടി പറയാം. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഴ്ച ഞാൻ എവിടെ വിട്ടതെന്നറിയില്ല. എൻ്റെ നേർക്ക് പാഞ്ഞു വന്നപ്പോൾ പുഞ്ചിരി ചെയ്തും ആയുധം ധരിച്ചിരിക്കുന്ന എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങളാൽ താടിക്കപ്പെട്ടവനും അതുനിമിത്തം മുറിഞ്ഞ കവചത്തോടു കൂടിയവനും അതിനാൽ ബാണമേറ്റ് ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തത്തോടുകൂടെ ബലാത്കാരേണ എന്നെ സംഹരിക്കാൻ ഒരുങ്ങിയവനും ആണെന്ന വിധത്തിൽ യാതൊരു ഭഗവാൻ എൻ്റെ നേർക്ക് വന്നുവോ മഹിമയേറിയ ആ ശ്രീകൃഷ്ണൻ എനിക്ക് ആശ്രമമായി ഭവിക്കണമേ. തീർന്നില്ല, കുറച്ചുകൂടി പറയേണ്ട അദ്ദേഹത്തിന്. പ്രതിജ്ഞാഭംഗം വരുത്തി ആയുധം ധരിച്ച് പ്രിയനായ അർജുനനെ സംരക്ഷിപ്പാനാണെന്ന് കാണുന്നവർക്ക് തോന്നുമെങ്കിലും അപകടം. പ്രതിജ്ഞാഭംഗം വരുത്തി ആയുധം ധരിച്ച് പ്രിയനായ അർജുനനെ സംരക്ഷിപ്പാനാണെന്ന് കാണുന്നവർക്ക് തോന്നുമെങ്കിലും പരമാർത്ഥത്തിൽ ആയുധം എടുപ്പിക്കുമെന്ന് ഭക്തനായി ഞാൻ ചെയ്ത ശപഥത്തെ സഫലമാക്കി തീർപ്പാൻ വേണ്ടിയിട്ട് മാത്രമാകുന്നു. ഭക്തനെ സംരക്ഷിപ്പാൻ ന്യായവിരുദ്ധമാണെന്ന് ലൗകികന്മാർക്ക് തോന്നുന്ന വിധം. ഈ ലൗകികന്മാരുടെ കാര്യത്രേ ഉള്ളൂ. അവർക്ക് എന്ത് തോന്നിയാലും ഭഗവാന് നഷ്ടമില്ല. ഏകത്വത്തിൽ നാനാത്വം കാണാമെന്ന് പറഞ്ഞാൽ അത് മായാണ്. നാനാത്വത്തിൽ ഏകത്വം കാണുന്നത് മോക്ഷപ്രാപ്തിയാണ്. അതാണ് ഈശ്വരന് ആഗ്രഹം. നമ്മൾ ഓരോ ജീവന്മാരും മോക്ഷം പ്രാപിക്കണം എന്നാണ്. അപ്പോൾ ഭൂഭാരം തീരും. പ്രശ്നമില്ലേ? അപ്പോൾ ഭക്തനെ സംരക്ഷിപ്പാൻ ന്യായവിരുദ്ധമാണെന്ന് ലൗകികന്മാർക്ക് തോന്നാവുന്ന വിധം ഭഗവാൻ പ്രവർത്തിക്കുന്നത് താൻ ഭക്തപരാധീനനാണെന്ന് കാണിപ്പാൻ വേണ്ടി മാത്രമാണെന്ന് സാരം. ഭക്തന്മാർക്ക് ഞാൻ അധീനനാണ്, ഭക്ത പരാധീനനാണ്, അധീനനാണ് എന്ന് കാണിക്കാനായിട്ട്. അടുത്ത ശ്ലോകം 39. വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതഹയരശ്മിനി തശ്രിയേക്ഷണീയേ ഭഗവതി രതിരസ്തു മേ മുമുർഷോര്യം ഇഹ നിരീക്ഷ്യ ഹതാഗത സ്വരൂപം
വിജയരഥ കുടുംബ ആതദോത്രേ ധൃതഹയരശ്മിനി തശ്രിയേക്ഷണീയേ ഭഗവതീരതിരസ്തു മേ മുമൂർഷോര്യമിഹ നിരീക്ഷ്യ ഹതാഗതാസ്വരൂപം. അപ്പോൾ ഇവിടെ അർജുനൻ്റെ തേരാകുന്ന കുടുംബത്തോടും ശ്രദ്ധിക്കണം, അർജുനൻ്റെ തേരാകുന്ന കുടുംബത്തോടും കയ്യിൽ പിടിച്ച ചമ്മട്ടിയോടും ധരിച്ചിരിക്കുന്ന കുതിരയുടെ കടിഞ്ഞാണോടും ആ ശോഭ കൊണ്ട് കാണാൻ യോഗ്യനായ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന, കാണാൻ യോഗ്യനായിരിക്കുന്ന സമയത്തോടു കൂടിയിരിക്കുന്ന സ്വരൂപത്തോടും കൂടിയിരിക്കുന്ന ഐശ്വര്യപരിപൂർണനിൽ മുമുർഷോ മരിപ്പാൻ ആഗ്രഹിച്ചിരിക്കുന്ന എനിക്ക് പരമപ്രേമം ഭവിക്കട്ടെ. എന്നെ വധിക്കാൻ വരുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ എനിക്ക് പരമപ്രേമം ഭവിക്കട്ടെ. ഇത് നമുക്ക് പറ്റുമോ? നമ്മളെ കൊല്ലാൻ വരുന്ന ഒരാളോട് നമുക്ക് പരമപ്രേമം വേണം. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചാൽ മതി? യാതൊന്നു കാൺമതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പവത് നാരായണ മന്ത്രം. പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ കേൾക്കണോ അതൊക്കെ നാരായണ മന്ത്രം, എന്തൊക്കെ കാണണോ അത് നാരായണ. അപ്പോൾ നമ്മളെ കടിക്കാനൊരു നായ വരുമ്പോൾ നാരായണ നാരായണ എന്ന് പറഞ്ഞാൽ കാര്യം ശരിയായി. പട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ യാതൊരുത്തനെ കണ്ടിട്ട് ഹനിക്കപ്പെട്ടവൻ സമാന രൂപത്തെ പ്രാപിച്ചവരായി. സമാന രൂപം അതായത് ആരിലും ദോഷം കാണാതെയിട്ടിരിക്കുക എന്നാണ് അതിൻ്റെ ഭാവാർത്ഥം വരിക. ഭാവാർത്ഥത്തിലേക്ക് പോവുക. ഇങ്ങനെ അന്യായമെന്ന് പാമരജനങ്ങൾ. ആരാ പാമരജനങ്ങൾ? ബുദ്ധിയില്ലാത്തവരെ എന്നർത്ഥം. ഇത് അന്യായമാണെന്ന് ആരേ പറയുള്ളൂ? പാമരജനങ്ങൾ. എന്നാൽ വിദ്യയുള്ള ജനങ്ങൾ എന്താ പറയുക? ഓ, ഭഗവാൻ ഭീഷ്മരെ അനുഗ്രഹിക്കാൻ ഇങ്ങനൊരു വേഷം കെട്ടിയല്ലോ, നമുക്കും ഭഗവാൻ ഇങ്ങനെ രക്ഷിക്കണ്ടേ നമ്മളെ എന്ന് തോന്നണം. അതുകൊണ്ടാണ് പാമര ജനങ്ങൾ പറയുന്ന കാര്യത്തെ ആചരിച്ചും ഭൃത്യന്മാരെ രക്ഷിപ്പാൻ വ്യഗ്രനായിരിക്കുന്ന കൃഷ്ണനിൽ ഭക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അർജുനൻ്റെ തേരാകുന്ന കുടുംബത്തെ അകൃത്യശതം കൊണ്ട് രക്ഷിപ്പാൻ ഒരുങ്ങിയനും. അകൃത്യ 100 കവചങ്ങൾ തീർത്തുകൊണ്ടെന്നർത്ഥം. ഒരു കയ്യിൽ കുതിരയെ നടത്തുവാനുള്ള കുരാടവും, അതായത് ചമ്മട്ടി, മറ്റേ കയ്യിൽ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് സാരഥ്യം വഹിക്കുന്ന ആ ശോഭയാൽ നോക്കുന്നവരുടെ മനസ്സിനെ ഹരിക്കുവാൻ തക്ക കാന്തിയോടുകൂടിയിരിക്കുന്ന പാർത്ഥസാരഥിയായ ഭഗവാനിൽ മരിപ്പാൻ ആഗ്രഹിച്ചിരിക്കുന്ന എനിക്ക് പരമഭക്തി ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്താണെന്നും മരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ നിമിഷവും മരണം നമ്മുടെ പിന്നിലുണ്ട്, ഒപ്പമുണ്ട് എന്നുള്ള തോന്നലിൽ എല്ലാ നിമിഷത്തിലും ഈശ്വരനെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ മതി. സദാസേവ്യ പറഞ്ഞ മനസ്സിലേ? അപ്പോൾ പാർത്ഥസാരഥിയായ ഭഗവാന് മരിപ്പാൻ ആഗ്രഹിച്ചിരിക്കുന്ന എനിക്ക് പരമഭക്തി ഭവിക്കട്ടെ. പരിപൂർണമായ ഐശ്വര്യത്തോടു കൂടിയ യാതൊരുവിൻ്റെ ദർശനം നിമിത്തം ഈ യുദ്ധത്തിൽ ഹനിക്കപ്പെട്ടവർ ഭഗവാന്റെ സ്വരൂപം പോലെയുള്ള സ്വരൂപത്തോടു കൂടെ എല്ലാവർക്കും മോക്ഷം കിട്ടുന്നതേ. ഭഗവാനല്ലേ മുമ്പിൽ, മരിക്കണവരൊക്കെ ഭഗവാനെ കണ്ടിട്ടല്ലേ മരിക്കണത്. അപ്പോൾ ഇപ്പോൾ വൈകുണ്ഠത്തിലിരിക്കുന്നു, എല്ലാവരും വൈകുണ്ഠത്തിലെത്തിയിട്ടുണ്ട്. ഇത് ജ്ഞാനദൃഷ്ടിയിൽ ഭീഷ്മർ കണ്ട അവസ്ഥയാണെന്ന് ധരിക്കണം. ജ്ഞാനദൃഷ്ടിയിൽ ഭീഷ്മർക്ക് മനസ്സിലായിരുന്നു എല്ലാവരും സ്വർഗത്തിലാണെന്നുള്ളത്. ഇനി അടുത്ത 40ാമത്തെ ശ്ലോകം. ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹ കൃതമനുകൃതവത്യ ഉന്മദാന്ധ പ്രകൃതിമകൻ കിലയസ്യ ഗോപവധ്വാ ലളിതഗതിവിലാസവലിഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദാന്ധ പ്രകൃതിമകൻ കിലയസ്യ ഗോപവധ്വാ. എന്താണ് അപ്പോൾ അതിനർത്ഥം പറയണത്?
മനോഹരമായ സഞ്ചാരം, ഭാവത്തെ വെളിപ്പെടുത്തുന്ന അംഗചലനാദികൾ, സൗന്ദര്യമുള്ള ചിരി, സ്നേഹസൂചകമായ നോട്ടം എന്നിവയാൽ നൽകപ്പെട്ട മഹത്തായ ബഹുമാനത്തോടു കൂടിയവരും. ഭഗവാൻ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ കേമന. അതുകൊണ്ടാണ് ബഹുമാനത്തോടു കൂടിയവരും. പിന്നെ കൃതകൃത്യത എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. കൃതം ചെയ്തിട്ടുള്ളതിനെ, അതായത് കൃത്യം ചെയ്തിട്ടുള്ളതിനെ, ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളവനെ അനുകരിക്കുന്നവരും ഉള്ളിലുള്ള മതത്താൽ കണ്ണു കാണാത്തവരുമായ ഗോപസ്ത്രീകൾ ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ചുവല്ലോ. അതായത് വിരോധാഭാസമുള്ള രണ്ട് വ്യക്തികളാണ് ഭഗവാനും ഗോപസ്ത്രീകളും. പക്ഷേ ഇത് നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നൊരവസ്ഥയാണ്. ശരിക്കും ഗോപസ്ത്രീകളാരാ? അതായത് അവർ ദേവന്മാരും മുനീശ്വരന്മാരും ഗോപന്മാരായിട്ടാണ് ജനിക്കുക ചെയ്യുന്നത്. അവർ ഇതേമാതിരി പൂർണ്ണകാമന്മാരാണ്, കാമനകൾ പൂർണ്ണമായിട്ടുള്ളവരാണ്. അവർക്കൊന്നും നേടാനില്ല. പക്ഷെ അവർക്ക് ഭഗവാനെ, അതുകൊണ്ട് ഭഗവാനെ അവർ ഓരോരുത്തരും നേടി. ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകുമ്പോൾ ഭംഗിയുള്ള നടത്തം, ലീലാവിനോദം, മനോഹരമായ മന്ദഹാസം, സ്നേഹപൂർവകമായ നോട്ടം, ഇവയാൽ ഭഗവാനായിക്കൊണ്ട് കൽപ്പിക്കപ്പെട്ട ബഹുമാനത്തോടു കൂടിയവരും ഗോവർദ്ധന പർവ്വതോദ്ധാരണം മുതലായി ഭഗവാൻ ചെയ്ത ഓരോ അതിശയ കർമ്മങ്ങളെ കാട്ടി നാട്യം നടിക്കുന്നവരും. ആരെ? ഗോപസ്ത്രീകൾ. പ്രേമത്തഴപ്പുകൊണ്ട് കണ്ണു കാണാത്തവരുമായ ഗോപികളും ഭഗവാന്റെ സാരൂപ്യത്തെ പ്രാപിച്ചു. സാരൂപ്യം. ക്ഷാത്രധർമ്മത്താൽ ഭഗവാനോട് എതിർത്തവർ മാത്രമല്ല സൽഗതി പ്രാപിച്ചത്. പിന്നെയോ മന്മഥതാപത്താൽ ഉൾപ്രേമത്തോടെ ലീലാവിശേഷങ്ങൾ കൊണ്ട് ഭഗവാനെ സൽക്കരിച്ചവരും ഭഗവത് സാരൂപ്യം പ്രാപിച്ചുവെന്ന് സാരം. അതപ്പതിപ്പിക്കുന്ന ക്രോധം. വ്യക്തികളെ അതപ്പതിപ്പിക്കുന്ന എന്താ? അവരവരുടെ ക്രോധം, മറ്റുള്ളവരുടെ ക്രോധമല്ല. ഭയങ്കര തുമ്മാൻ വരുന്നുണ്ട്, തുമ്മണില്ല, അതാ പ്രശ്നം. അതപ്പതിപ്പിക്കുന്ന ക്രോധം, രാഗം എന്നീ വൃത്തികൾ കൂടെ യാതൊരുത്തിൻ്റെ നേർക്ക് പ്രവേശിക്കുമ്പോൾ മോക്ഷോപായങ്ങളായി ഭവിക്കുന്നുവോ അചിന്ത്യ മഹിമയോടുകൂടിയ ആ ഭഗവാനിൽ എനിക്ക് ഭക്തി ഉണ്ടാകണമേ. ധനം ഉണ്ടാവണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, ഭഗവാനോട് ഭക്തി ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് നമുക്കറിയില്ല, അവിടെയാണ് പ്രശ്നം. നെയ്വിളക്ക് വയ്ക്കുമ്പോൾ ഒരു പ്രാർത്ഥന, ഭാഗവത ഗ്രന്ഥം പൂജിച്ച് വാങ്ങുമ്പോഴത്തെ ഒരു പ്രാർത്ഥന, മകൻ്റെ കല്യാണം കഴിയണേ, മകന് ജോലി കിട്ടണേ. അതിനേക്കാൾ വലുതാണ് ഭാഗവതം വായിച്ച് അർത്ഥം അറിയാന്നുള്ളത്. അതറിയാണ്ട് പോയി നമുക്ക്. ധനം, സമ്പത്തൊക്കെ ഭഗവാന്റെ താഴെയാണ്. ചൈതന്യവത്തായ ഭഗവാൻ ബ്രഹ്മസ്വരൂപനായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരറിവ് വന്നാൽ സ്കൈ ഈസ് ദി ലിമിറ്റ്. ആകാശം മുട്ടുമാറ് നമുക്ക് വളരാം. ഇപ്പോൾ എൻ്റെ ക്രെഡിറ്റിൽ there are 3000 പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ. എന്താ കാരണം? ഭഗവാനെ പറ്റി പറയാനുള്ള സന്ദർഭങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കണം, അത്രമാത്രം. ഭഗവാനെ പ്രാപിക്കാനുള്ളതാണത്. അപ്പോൾ അതിൽ നിന്ന് സമ്പത്ത് വന്നതുകൊണ്ടായില്ല, എനിക്ക് നിമ്മതി ഇല്ലാണ്ട് വരാൻ പാടില്ല. എനിക്ക് നിമ്മതി ഉണ്ടാവണം. ശാന്തിയും സമാധാനവും നശിച്ച് കാശ് വന്നിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അടുത്ത ശ്ലോകം 41. മുനിഗണ നൃപവര്യ സങ്കുലേ അന്ത സദസി യുധിഷ്ഠിര രാജസൂയേഷാം അർഹണമുപഭേദ ഈക്ഷണീയോ മമ ദൃശി ഗോചര യേഷ ആവിരാത്മാ. മുനിഗണ നൃപവര്യ സങ്കുലേ അന്ത സദസി യുധിഷ്ഠിര രാജസൂയേഷാം
അർഹണമുപേതയീക്ഷണീയോ മമ ദൃശി ഗോചരയേവ യേഷ ആവിരാത്മ. കുറച്ചുകൂടി പുറകോട്ട് പോയി. അതായത് ധർമ്മപുത്രർക്ക് രാജസൂയം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ ആ കഥയാണ് ഇവിടെ പറഞ്ഞത്. മുനി സമൂഹം, രാജശ്രേഷ്ഠന്മാർ ഇവർ നിറഞ്ഞിരിക്കുന്ന സദസ്സിൻ്റെ നടുവിൽ ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ കാണപ്പെടുവാൻ യോഗ്യനായിരുന്ന ഇവരുടെ പൂജയെ പ്രാപിച്ചു. ആരുടെ? പാണ്ഡവന്മാരുടെ. ഈ ആത്മാവ് എൻ്റെ ദൃഷ്ടിയിൽ ഗോചരനായിട്ട് പ്രത്യക്ഷീഭവിച്ച സ്വരൂപത്തോടു കൂടിയവനായിരിക്കുന്നു. ഞാൻ ആത്മസ്വരൂപം, ബ്രഹ്മസ്വരൂപം കണ്ട് ആസ്വദിക്കുകയാണ്. ഇവനിൽ എനിക്ക് ലയിക്കണേന്നാണ് പ്രാർത്ഥിക്കണതേ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജഗൽപൂജ്യമായ മഹിമയെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. മുനിമാരും രാജശ്രേഷ്ഠന്മാരും തിങ്ങിയിരിക്കുന്ന സഭാമധ്യത്തിൽ ധർമ്മപുത്രൻ നടത്തിയ രാജസൂയത്തിൽ സകലരുടെയും അന്ധകരണത്തെ ആകർഷിച്ചുകൊണ്ട്, അന്ധകരണം എന്ന് പറഞ്ഞാൽ അത് നാലുണ്ട്. ഏതാ? മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി. അപ്പോൾ അന്ധകരണത്തെ ആകർഷിച്ചും കൊണ്ട് ജഗന്മോഹന സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന, ജഗത്തിനെ മോഹിപ്പിക്കാൻ മാത്രം കഴിവുള്ളവൻ, ജഗന്മോഹന സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന യാതൊരുവൻ്റെ നേർക്ക് അഹോ രൂപം, അത് മറക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അഹോ മഹിമ എന്ന് സകലരും അതിശയിച്ചു നോക്കിക്കൊണ്ട് അഗ്രപൂജാസ്ഥാനത്തിൽ ഇരുത്തി യാതൊരുത്തനെ മാനിച്ചുവോ. ജഗൽപൂജനും സർവാത്മാവുമായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ ദൃഷ്ടിഗോചരനായിരിക്കുന്നുവല്ലോ. എൻ്റെ ദൃഷ്ടിക്ക് മുമ്പിൽ വന്നിരിക്കല്ലേ എൻ്റെ സ്വച്ഛന്ത മൃത്യു വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഹോ എൻ്റെ ഭാഗ്യം എത്ര മഹത്തായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 42-ാമത്തെ ശ്ലോകം. 42-ാമത്തെ ശ്ലോകം പറഞ്ഞത് തം ഇമം അഹം അജം. അത് ശരിക്കും വായിക്കണം. തമിമഹമജം എന്നല്ല അത്. തം ഇമം അഹം അജം ശരീരഭാജം ശരീരഭാജാം ഹൃദി ഹൃദി തിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകധാർക്കമേകം സമധിഗതോ അസ്മി വിദൂതഭേദമോഹം. തം ഇമം അഹം അജം ശരീരഭാജം ഭാജാം ഹൃദി ഹൃദി ദിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകധാർക്കമേകം സമധിഗതോ അസ്മി വിദൂതഭേദമോഹക. എന്താണർത്ഥം? തന്നാൽ നിർമ്മിക്കപ്പെട്ട പ്രാണികളുടെ ഹൃദയം തോറും അധിവസിക്കുന്ന ജനനമില്ലാത്ത ആത്മാവ് ജനിക്കണില്ല, ആത്മാവ് മരിക്കണില്ല. ശരീരം ഉണ്ടാവുന്നുണ്ട്, ശരീരം നശിക്കുന്നുണ്ട്. ഓരോ ശരീരം ജനിക്കുമ്പോഴും അതിൽ ആത്മസ്വരൂപനായിട്ട് ഭഗവാനുണ്ട്. ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആ ശരീരം എന്തായി? പിണമായി. അപ്പോഴും ആത്മാവ് നനയണില്ല, മുറിവേൽക്കപ്പെടുന്നില്ല, കത്തണില്ല, കരിയണില്ല. എവർ എക്സിസ്റ്റിംഗ് എന്ന് അർത്ഥം പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത് അധിവസിക്കുന്ന ജനനമില്ലാത്ത ആ ഇവനെ ദൃഷ്ടിതോറും ബഹുപ്രകാരത്തിൽ പ്രകാശിക്കുന്ന ഒരേയൊരു സൂര്യനെ എന്ന പോലെ ഭേദം നിമിത്തുള്ള മോഹം നശിച്ചിരിക്കുന്ന ഞാൻ. ഭീഷ്മർ പറയാം, എൻ്റെ മോഹം നശിച്ചിരിക്കണു, അതുകൊണ്ടാണ് എനിക്ക് നാനാത്വത്തിൽ ഏകത്വം കാണാൻ സാധിക്കണതെന്നാണ് പറഞ്ഞത്. നന്നായി പ്രാപിച്ചിരിക്കുന്നു, ഭഗവാനെ പ്രാപിച്ചിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ആ ഭാവാർത്ഥത്തോട് കൂടിയിട്ട് നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യാം. മരണസമയത്തിൽ ആ ഭഗവാനെ ദൃഷ്ടിമാർഗത്തിൽ ഉരുത്തുവാനുള്ള ഭാഗ്യം സാധിച്ചതിനാൽ, മരണസമയത്തിൽ ആ ഭഗവാനെ ദൃഷ്ടിമാർഗത്തിലിരുത്തുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചതിനാൽ കൃതാർത്ഥനായി എന്ന് പറഞ്ഞ് സ്തുതിയെ അവസാനിപ്പിക്കുന്നു. ആ ഭീഷ്മരുടെ സ്തുതി അവസാനിപ്പിക്കുകയാണിതിൽ. തന്നാൽ കൽപ്പിക്കപ്പെട്ട സകല പ്രാണികളുടെയും ഹൃദയം തോറും
അന്തര്യാമിയായിരുന്ന്. ഇതാണ് ഭാഗവതം പഠിക്കണമെന്ന് പറയാൻ കാരണം. ഭാഗവതം പഠിച്ചാൽ സമൂഹത്തിനോടുള്ള നമ്മുടെ വീക്ഷണത്തിന് വ്യത്യാസം വരും. ആരോടും നമ്മൾക്ക് ദേഷ്യം തോന്നില്ല, തോന്നിയിട്ട് കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ ഹൃദയം തോറും അന്തര്യാമിയായിരുന്ന കർമാനുസരണമായ സുഖദുഃഖങ്ങൾ കാരണമായിരിക്കുന്ന ഭാഗവതായിപ്പം അവരവരുടെ കർമ്മത്തിന് അനുസരണമായിട്ടുള്ള സുഖദുഃഖങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇതറിഞ്ഞാൽ സത്കർമ്മം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നൊരു വാശി ഉണ്ടാവണം നമുക്ക്. അപ്പോൾ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ച് തീർന്നാൽ പിന്നെ മുമുക്ഷുത്വമായി. അപ്പോൾ സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രവൃത്തികളിൽ എല്ലാവരെയും ഏർപ്പെടുത്തുന്ന ജന്മാദി വികാരരഹിതനായ ആ ഭഗവാനെ നോക്കൂ. ജന്മാദി വികാരരഹിതനായ ഒരാൾക്ക് ജനന മരണങ്ങളുള്ള ഒരാളുടെ കാര്യങ്ങൾ നോക്കിയിരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ എഴുതി വെച്ചിട്ടില്ലല്ലോ. നമ്മൾ വാശിയോടുകൂടി പറയും, ഞാൻ അങ്ങത് പറഞ്ഞില്ല, ഇത് പറഞ്ഞില്ല, നിങ്ങൾക്ക് തോന്നിയതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ജന്മാതിവികാരരഹിതനായ ഭഗവാന്റെ കണ്ണ് വെട്ടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതിനാണ് സാക്ഷി എന്നൊക്കെ പറയാം. ആ ഒരേ സ്വരൂപത്തിലിരിക്കുന്ന സൂര്യൻ സകല പ്രാണികളുടെയും ദൃഷ്ടിയിൽ പ്രകാശരൂപേണ വ്യാപിച്ചിരിക്കുന്നതിനെ ഏതുവിധം പ്രത്യക്ഷമായി സകലരും കാണുന്നുവോ അതുപോലെ ഞാനും രൂപഭേദം നിമിത്തമുള്ള നാനാത്വ ബുദ്ധി തീരെ നശിച്ചേ. ഞാൻ എന്തുകൊണ്ടാണ് നാനാത്വ ബുദ്ധി ഉണ്ടാവരുതെന്ന് പറയുന്നത്? അത് ജനന മരണമാകുന്ന കാലചക്രത്തിരിച്ചലിൽ ഉഴലൂർ ദേവസ്വമായിട്ട് മാറും. നേരെ മറിച്ച് നാനാത്വത്തിൽ ഏകത്വം കണ്ടാലോ ഭഗവാന്റെ തിരുപാദപത്മങ്ങളിൽ നമ്മൾക്ക് മുക്തി നേടാറായി. സോ ക്ലീൻ. ഇതിൽ രണ്ടാമതൊരു ചർച്ചയ്ക്ക് സ്ഥലമില്ല. പറഞ്ഞ മനസ്സിലല്ലേ? അദ്വൈതം ആണ് സത്യം, ദ്വൈതമല്ല സത്യം. അതുകൊണ്ടാണ് ഞാനും രൂപഭേദം നിമിത്തമുള്ള നാനാത്വ ബുദ്ധി തീരെ നശിച്ച് സർവാത്മസ്വരൂപനായി അറിഞ്ഞ് ആ ഭഗവാനെ സർവാത്മന പ്രാപിച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ കൃതാർത്ഥനായി ഭവിച്ചു എന്ന് സാരം. അപ്പോൾ കൃതാർത്ഥനാവണമെങ്കിൽ എന്ത് വേണം? നാനാത്വത്തിൽ ഏകത്വം കാണണം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.